Hello Makkale, welcome back to Ejiport English class. This is me Varnita, your favorite English teacher. Yes, അപ്പോൾ നമ്മുടെ ഓണം എക്സാം ആവാനായിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് വെറുതെ ചെലവഴിക്കാനായിട്ട് വെറുതെ കളിച്ചടക്കാൻ ഒരുപാട് സമയമുണ്ടോ? ഇല്ല, കുറച്ച് സമയമുള്ളൂ അല്ലേ? ടൈം ടേബിൾ ഒക്കെ വന്നല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നിങ്ങൾക്ക് 19th ഇംഗ്ലീഷ് എക്സാം വരുന്നത് കേട്ടോ. യെസ്, അപ്പോൾ ആദ്യമുള്ള എക്സാം തന്നെയാണല്ലേ? തുടങ്ങി രണ്ടാമത്തെ ദിവസം വരുന്ന എക്സാം ആണ് ഇംഗ്ലീഷ്. അപ്പോൾ കുറച്ച് സമയമുള്ളൂ ഇനി പഠിക്കാനായിട്ട്. കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. എടാ, നിങ്ങൾ ഇംഗ്ലീഷിനെ ആലോചിച്ച് പേടിക്കുകയേ വേണ്ട. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇനിയിപ്പോൾ അതൊന്നും അല്ലാതാണെങ്കിൽ നമ്മൾ എജ്യൂപോർട്ടിലുള്ള കാര്യങ്ങൾ ക്ലാസ്സസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആവും. എല്ലാ കാര്യവും വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അതുപോലെ ചോദിച്ചിട്ടുള്ള, അതായത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള, അതുപോലെ ഈ വർഷം ഉറപ്പായിട്ടും ചോദിക്കാൻ ഇരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ? ദാ ഈ കാണുന്ന തോട്ട്സ്. എന്താണ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ കഴിഞ്ഞ വർഷം ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു PYQ, അതായത് കഴിഞ്ഞ വർഷത്തെ ചേട്ടന്മാരും ചേച്ചിമാരും ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ആണ് മിസ് കാണിച്ചു തരുന്നത് കേട്ടോ. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അത് മിസ് 100% ആയിട്ട് ഉറപ്പ് പറയാണ്. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പോൾ പേരൻസ് ആയിരിക്കും വീഡിയോ കാണുന്നുണ്ടാവും. കുട്ടിക്ക് പറഞ്ഞു കൊടുക്കട്ടോ, വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇനി കൂടുതൽ അറിയണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേണം എന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാം. അപ്പം മിസ് എന്ത് ചെയ്യാം? അതുപോലുള്ള വീഡിയോസ് ഇടാനായിട്ട് മിസ് ശ്രമിക്കാം കേട്ടോ. യെസ്, സോ അതുപോലെ തന്നെ മക്കളെ, നമ്മുടെ വാട്സപ്പിന്റെ സ്പെഷ്യൽ ഒരു ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ട് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയും കൂടി ഉണ്ട്. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് മിസ് താഴെ അവിടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊന്ന് എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയും കൂടെ ജോയിൻ ചെയ്യുക. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ എജ്യൂപോർട്ടിൽ കിട്ടുന്ന എല്ലാ നോട്ട്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? Haven't you read the story The Little Engine That Could? അല്ലെ, Little Engine That Could എന്ന് പറഞ്ഞ സ്റ്റോറി നിങ്ങൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. The little train was full of good things for the boys and girls who were on the other side of the mountain. അല്ലെ, മൗണ്ടന്റെ അതർ സൈഡിലുള്ള ബോയ്സും ഗേൾസിനുള്ള എന്താണ് ടോയ്സും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു ട്രെയിൻ ആയിരുന്നില്ലേ അത്? It was moving happily along the tracks. അല്ലെ, സന്തോഷമായിട്ട് ആ ട്രാക്കിലൂടെ അത് അങ്ങനെ പോവുമായിരുന്നു. But suddenly the train came to a stop. പക്ഷെ പെട്ടെന്ന് എന്താണ്, ട്രെയിൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? What might be the thoughts of the little train? ആ ലിറ്റിൽ ട്രെയിൻ അന്നേരം എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? You may use the following questions as hints. അപ്പം ആ ഒരു ട്രെയിൻ അങ്ങനെ നല്ല സന്തോഷമായിട്ട് ആ ഹില്ലിന്റെ മേലെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. പെട്ടെന്ന് എന്താവാണ്, ആ എഞ്ചിൻ അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അതിന് എന്തോ പ്രശ്നം വന്നു അല്ലെ. അപ്പൊ എന്തൊക്കെയായിരിക്കും ആ ഒരു എഞ്ചിൻ ചിന്തിച്ചിട്ടുണ്ടാവുക? എടാ, നിങ്ങളിപ്പോ ഇങ്ങനെ വെറുതെ ഇരിക്കാന്ന് വരിക, എന്തെങ്കിലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കൂലേ? ഇപ്പൊ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളടുത്ത് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു. ആ കുട്ടി വരുന്നില്ല, കുട്ടി ലേറ്റ് ആവുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കൂലേ, അയ്യോ അതെന്താ വരാതിരുന്നത്, വരാന്ന് പറഞ്ഞതാണല്ലോ, എന്താ വരാതിരുന്നത്? ഇനിയിപ്പം അല്ലെ എങ്ങാനും ഇന്ന് വരാതിരിക്കുവോ, അല്ലെങ്കിൽ വേറെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി കാണുമോ, ഇനി അവരുടെ വീട്ടിലേക്ക് വേറെ ആരെങ്കിലും വിരുന്ന് വന്ന് കാണുമോ? ഇങ്ങനെ നമ്മൾ ചിന്തിക്കൂലേ? ആ ചിന്തിക്കുന്ന ആ തോട്ട്സ് ആണ് നമ്മൾ ഇവിടെ എഴുതി വെക്കേണ്ടത് കേട്ടോ. സോ എന്റെ കുട്ടികൾ ഒന്നാമത് ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പൊ തോട്ട്സ് ഓഫ് ദ ട്രെയിൻ, ആ ട്രെയിനിന്റെ തോട്ട്സ് ആണ് നിങ്ങളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്താവണം? നിങ്ങളാണ് ട്രെയിൻ എന്ന് വിചാരിക്കണം. നിങ്ങളാണ് ആര്? ട്രെയിൻ നിങ്ങളാണെന്ന് വിചാരിക്കണം. അപ്പം ഐ എന്നുള്ളതായിട്ട് അല്ലെ. അപ്പൊ നിങ്ങളാണ് ട്രെയിൻ. ഓക്കെ, അപ്പം ട്രെയിൻ ഈക്വൽ ടു ആരാണ്? അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ അല്ലെ, ട്രെയിൻ ഈക്വൽ ടു വർണ്ണിത. ഓക്കെ, ഞാനാണ് ട്രെയിൻ എന്നുള്ള പോലെ വേണം എഴുതാനായിട്ട്. അപ്പൊ ട്രെയിൻ ആലോചിക്കുന്ന പോലെ വേണം നിങ്ങൾ എഴുതാനായിട്ട്. എന്ത് ചെയ്യണം? ഐ യൂസ് ചെയ്യണം അല്ലെ. എന്താണ്? ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല അല്ലെ. ഐ വാസ് ഗോയിങ് ടു ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ അല്ലെ, മലയുടെ അടുത്ത സൈഡിലേക്ക്, അപ്പുറത്തെ സൈഡിലേക്ക് പോകുമായിരുന്നു അല്ലെ. അപ്പൊ ഐ എന്നുള്ളത് വെച്ചിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. തോട്ട്സ് എഴുതുന്ന സമയത്ത് ആ ക്യാരക്ടർ ഏതാണോ ആ ക്യാരക്ടർ നിങ്ങളാണെന്നുള്ള പോലെ വേണം എഴുതാനായിട്ട്. ആ കാര്യം എന്റെ കുട്ടികളൊന്ന് ശ്രദ്ധിക്കണേ. യെസ്, അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ, നിങ്ങൾക്ക് ആ തോട്ട്സ് എഴുതാൻ ഹെൽപ്പ് ആവുന്ന രീതിയിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസും കൂടെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? Did the train know why it stopped? Will it think about it? അല്ലെ, ട്രെയിനിന് അറിയുമായിരുന്നോ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പോയതെന്ന്, എന്തുകൊണ്ടാണ് അവിടെ സ്റ്റോപ്പ് ആയി പോയതെന്ന് ട്രെയിനിന് അറിയുമായിരുന്നോ? ഇല്ലല്ലേ. സോ ട്രെയിൻ എന്ത് വിചാരിക്കും? ഐ ഡോണ്ട് നോ വൈ ഐ ആം സ്റ്റോപ്ഡ്. അല്ലെ, ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ നിന്നതെന്ന് എനിക്ക് അറിയില്ല. Will it think about it? അത് ചിന്തിക്കുവോ അല്ലെ? അത് ആലോചിക്കില്ലേ എന്തുകൊണ്ടാണ് ഞാൻ നിന്ന് പോയതെന്ന്? Will it think of the toys and other things in the train? അല്ലെ, അതിന്റെ അകത്തുള്ള ടോയ്സിനെ കുറിച്ചും ബാക്കിയുള്ള സാധനങ്ങളെ കുറിച്ചും ആ ട്രെയിൻ ആലോചിക്കില്ലേ?
നെക്സ്റ്റ്, വിൽ ഇറ്റ് തിങ്ക് ഓഫ് ഗെറ്റിംഗ് സംബഡീസ് ഹെൽപ്പ്, അല്ലെ വേറെ ആരുടെങ്കിലും സഹായം തേടിയാലോ വേറെ ആരുടെങ്കിലും ഹെൽപ്പ് എടുത്താലോ എന്ന് വിചാരിക്കില്ലേ? വാട്ട് വിൽ ദ ട്രെയിൻ തിങ്ക് ഓഫ് ദ ബോയ്സ് ആൻഡ് ഗേൾസ്, ആ ബോയ്സിനെ കുറിച്ചും ഗേൾസിനെ കുറിച്ചും ട്രെയിൻ എന്ത് വിചാരിക്കും? സോ ഈ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് വേണം എൻ്റെ മക്കൾ എന്ത് ചെയ്യാൻ, ആ തോട്ട്സ് എഴുതാനായിട്ട്. അപ്പം മിസ് കാണിച്ചു തരാം കേട്ടോ ആ ഒരു തോട്ട് എങ്ങനെ എഴുതാന്ന്. നോക്കിടാ. ഓ നോ, കണ്ടോ, നിങ്ങൾക്ക് തോട്ട്സ് എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതാം. ഓ നോ, അല്ലെ ഇപ്പൊ ഭയങ്കര ഒരു പ്രശ്നമല്ലേ അവിടെ, ആ പ്രശ്നമാവുന്ന സമയത്ത് ഓ നോ എന്ന് എഴുതാം. ഇനിയിപ്പോ നിങ്ങളൊരു പ്രൈസ് ജയിച്ചു എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് ഒരു അവാർഡ് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു മെഡൽ കിട്ടി, ഒരു പ്രൈസ് കിട്ടി. പ്രൈസ് കിട്ടിക്കാൻ നിൽക്കുന്നത് എന്ത് എഴുതാന്ന് അറിയടാ? ഹുറേ. എന്താണ്? ഹുറേ എന്ന് എഴുതാം. ഹുറേ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, എനിക്ക് ആ പ്രൈസ് കിട്ടി. ഹുറേ, ഐ വൺ ദ പ്രൈസ്, അല്ലെ ഹുറേ, എനിക്ക് ആ പ്രൈസ് കിട്ടി എന്ന് എഴുതാം. പക്ഷെ ഇവിടെ എന്താണ്? ഓ നോ എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യോ എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ അയ്യോ എന്ന് പറയുന്നതിനാണ് ഓ നോ എന്ന് എഴുതാം. വാട്ട് ഹാപ്പൻ ടു മീ, അല്ലെ ട്രെയിന് വിചാരിക്കുകയാണ് വാട്ട് ഹാപ്പൻ ടു മീ, അയ്യോ എനിക്ക് എന്ത് പറ്റി. വൈ ഡിഡ് ഐ സ്റ്റോപ്പ്, അപ്പൊ ഈ ഹുറേ എന്നുള്ളത് നല്ല കാര്യങ്ങൾക്കായിട്ടാ നമ്മൾ പറയാം, മോശം കാര്യങ്ങൾക്കല്ല കേട്ടോ. യെസ്, വാട്ട് ഹാപ്പൻ ടു ബി, അല്ലെ എനിക്ക് എന്ത് പറ്റി. പിന്നെന്താ? വൈ ഡിഡ് ഐ സ്റ്റോപ്പ്, അല്ലെ ഞാൻ എന്തുകൊണ്ടാ ഇവിടെ നിന്ന് പോയത്. ഐ വാസ് ഗോയിങ് ഹാപ്പിലി ഓൺ ദ ട്രാക്ക്, അല്ലെ ഞാൻ ആ ട്രാക്കിലൂടെ ഭയങ്കര സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മേ ബി സംതിങ് ഇസ് റോങ് വിത്ത് മീ, അല്ലെ മേ ബി എന്ന് പറഞ്ഞ എന്താണ്? ഒരു പക്ഷേ, എന്താണ്? ഒരു പക്ഷേ സംതിങ് ഇസ് റോങ് വിത്ത് മീ, എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഐ നീഡ് ടു തിങ്ക്, അല്ലെ എനിക്കൊന്ന് ആലോചിക്കണം. അപ്പൊ എന്റെ കുട്ടികൾ കണ്ടോ, ഇവിടെ കണ്ടോ കണ്ടോ വാട്ട് ഹാപ്പൻ ടു മീ, അല്ലെ മീ എന്ന് പറഞ്ഞാൽ ഞാനല്ലേ, അല്ലെ ഐ എന്ന് പറഞ്ഞാൽ ഞാനാണ് കേട്ടോ. എനിക്കെന്ത് പറ്റി, അല്ലെ മീ എന്ന് പറയുമ്പോ എന്താണ്? എനിക്ക്, അല്ലെ എനിക്കെന്ത് പറ്റി, അല്ലെ വൈ ഡിഡ് ഐ സ്റ്റോപ്പ്, ഞാൻ എന്തുകൊണ്ടാ നിന്ന് പോയത്, അല്ലെ ഐ എന്ന് പറയുമ്പോ എന്താണ്? ഞാൻ. അപ്പൊ ഇങ്ങനെ വേണം കേട്ടോ തോട്ട്സ് എഴുതാനായിട്ട്. ആരുടെ തോട്ട്സ് വരികയാണ്? ഇപ്പൊ ചെസ്റ്ററിന്റെ തോട്ട്സ് ആണ് ചോദിക്കുന്നത് വിചാരിക്കുക. അപ്പൊ നിങ്ങളാണ് ചെസ്റ്റർ എന്നുള്ള പോലെ എഴുതണം. ചെസ്റ്ററിന്റെ അമ്മേന്റെ തോട്ട്സ് ചോദിക്കാനായിരിക്കാം, അപ്പൊ അമ്മ നിങ്ങളാണെന്നുള്ള പോലെ വേണം കേട്ടോ എഴുതാനായിട്ട്. യെസ്, ദെൻ അടുത്ത നോക്കിയേ. There are so many toys, books and balloons in my coaches. അല്ലെ എന്തൊക്കെയുണ്ട്? There are so many toys, അല്ലെ ടോയ്സും ബുക്സും ബലൂൺസും ഒക്കെ എൻ്റെ കോച്ചിൻ്റെ അകത്തുണ്ട്. The boys and girls on the other side of the mountain are waiting for me. അല്ലെ the boys and girls, അല്ലെ ബോയ്സും ഗേൾസും എന്ത് ചെയ്യാണ്? On the other side of the mountain, അല്ലെ മലയുടെ അപ്പുറത്തെ സൈഡിലെ ബോയ്സും ഗേൾസും are waiting for me. അവരൊക്കെ എന്നെ കാത്തു നിൽക്കാണ്. I don't want to make them sad. അവരൊന്നും എനിക്ക് വിഷമിപ്പിക്കാൻ ഇഷ്ടമില്ല, അല്ല I don't want to make them sad. അവരൊന്നും എനിക്ക് വിഷമിപ്പിക്കാൻ ഇഷ്ടമില്ല. Should I ask someone to help me? അല്ലെ ഞാൻ ആരോടെങ്കിലും എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചാലോ? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ, അല്ലെ അത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഐ വിൽ നോട്ട് ഗിവ് അപ്പ്, അല്ലെ ഞാൻ തോറ്റു കൊടുക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ശ്രമം ഉപേക്ഷിക്കില്ല. ഐ വിൽ ട്രൈ അഗൈൻ, എന്താണ്? ഞാൻ ഇനിയും ട്രൈ ചെയ്യും, അല്ലെ അപ്പൊ ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഗിവ് അപ്പ് എന്ന് പറഞ്ഞാല് പിന്മാറുക എന്നുള്ളതാണ് കേട്ടോ. പിന്മാറുക, എന്താണ്? പിന്മാറുക അല്ലെങ്കിൽ എന്താണ്? തോറ്റു കൊടുക്കുക എന്നുള്ളതാണ് ഗിവ് അപ്പ് എന്ന് പറയാം. അപ്പം ഐ വിൽ നോട്ട് ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പിന്മാറില്ല, അല്ലെ ഞാൻ മുന്നോട്ട് പോകുന്നതാണല്ലോ. ഐ വിൽ ട്രൈ അഗൈൻ, അല്ലെ ഞാൻ ഇനിയും പരിശ്രമിക്കും. ഐ തിങ്ക് ഐ ക്യാൻ, അല്ല ആ ട്രെയിൻ അങ്ങനെയല്ലേ പറയുന്നത്? ഐ തിങ്ക് ഐ ക്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിന് എത്തി വലിഞ്ഞ് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അല്ലെ. സോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ ഒരു ലിറ്റിൽ എൻജിൻ, അല്ലെ ആ ഒരു ലിറ്റിൽ ട്രെയിന് ചിന്തിക്കുന്നുണ്ടാവുക. ഓക്കെ, അതങ്ങനെ ആയിരിക്കും ആലോചിക്കുന്നുണ്ടാവുക, മനസ്സിൽ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ എക്സാമിന്, അതായത് കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന് നിങ്ങളുടെ ചേട്ടന്മാരോട് ചേച്ചിമാരോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഇതേപോലുള്ളൊരു ക്വസ്റ്റ്യൻ, അതായത് ഇതേ ക്വസ്റ്റ്യൻ തന്നെയല്ല, പക്ഷെ ഇതേപോലെ ഒരു തോട്ട് എഴുതാനായിട്ട് നിങ്ങൾക്ക് ഈ വർഷം എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ചിലപ്പോൾ മിക്കവാറും ചെസ്റ്ററിന്റെ തോട്ട്സ് എഴുതാനായിരിക്കും ഉണ്ടാവുക കേട്ടോ. സോ നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം മിസ് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോ ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. യെസ്, അപ്പൊ ഇനി നമുക്ക് ഇതേപോലത്തെ വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.